ഇന്ന് നമ്മുടെ ഡേ 1 ആണ്. ഡേ 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ട്സ് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യയാണ്. അതായത് ഇനീഷ്യലി ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്നതിന് ശേഷം, അതായത് 1600-ലാണ് ലാസ്റ്റ് ഡേ നമ്മൾ ബ്രീഫ് ചെയ്തു വരുന്നത്. 1600 ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ആദ്യത്തെ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മുസ്ലിപട്ടണത്തിലായിരുന്നു. ദാറ്റ് വാസ് ഇൻ 1611. സോ അതിനുള്ള റീസൺസും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സൂററ്റിലാണെന്നായിരിക്കും പല ബുക്സിലും കാണുക. ബിക്കോസ് അവരൊരു പോസ്റ്റ്, അതായത് ഒരു ട്രേഡിംഗ് പോസ്റ്റ് മാത്രം സൂററ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. അത് 1608-ലായിരുന്നു. ഫാക്ടറി എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടി ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1611-ലായിരുന്നു. ഓക്കെ, അതിനുശേഷം ഓൾമോസ്റ്റ് 157 ഇയേഴ്സ് അവർ കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ മാത്രമാണെന്ന് നമുക്ക് പറയാം. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ്സ് കിട്ടുന്നത് പ്ലാസി യുദ്ധത്തിനും അത് കഴിഞ്ഞ് നടന്ന ബാറ്റിൽ ഓഫ് ബുക്സറിന് ശേഷമാണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഈ പറയുന്ന ടൈം പീരീഡിനിടയിൽ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. ഈ രണ്ട് ടൈം പീരീഡിനിടയിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് പാസ്സാക്കിയിട്ടുള്ള ഡിഫറെന്റ് ആക്ടുകളെ പറ്റിയാണ്. ഈ ഓരോ ആക്ടും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ച് റെലവൻ്റ് ആണ്. അതായത് ഈ ഓരോ ആക്ടിന്റെ പ്രൊവിഷൻസും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയാലും, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് അവയർനെസ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവോൾവ് ചെയ്തത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയും ഈ ആക്ടിന്റെ പ്രൊവിഷൻസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇന്നത്തെ നമ്മുടെ സെഷനിൽ രണ്ട് പാർട്ടായിട്ട് ഈ ടൈം പീരീഡ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 1773 തൊട്ട് 1868 വരെ വരുന്ന ടൈം പീരീഡ്. പറയാം, 1773 തൊട്ട് 1868 വരെ വരുന്ന ടൈം പീരീഡ്. ഇതിനെയാണ് നമ്മൾ കമ്പനി റൂൾ എന്ന് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ ടൈമാണ് 1773 തൊട്ട് 1868 വരെ വരുന്ന ടൈം. ലെറ്റ് മി കറക്റ്റ് ഇറ്റ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. 1858 എഴുതിയതിലൊരു മിസ്റ്റേക്ക് വന്നതാണ്. 1858 വരെ വരുന്ന ടൈം പീരീഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഡയറക്റ്റ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം 1858 തൊട്ട് 1947 വരെ വരുന്ന ടൈം പീരീഡിനെയാണ് നമ്മൾ ക്രൗൺസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ടൈം പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ രണ്ട് ടൈം പീരീഡിനിടയിൽ നടന്നിട്ടുള്ള ആക്ടുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ ടൈം, അതായത് 1773 തൊട്ട് 1858 വരെ വരുന്ന ടൈം പീരീഡ്, നമ്മൾ അതിനെ പോപ്പുലർ അറിയപ്പെടുന്നത് കമ്പനി റൂൾ ഇൻ ഇന്ത്യ എന്നാണ്. ഈ കമ്പനി റൂളിന്റെ ടൈമിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബ്രീഫ് ഹിസ്റ്ററി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതായത് ബ്രിട്ടീഷ് ബംഗാളിൽ ഒരു ഗ്രേറ്റ് ഫെമീൻ നടക്കുന്നു. അതെന്നായിരുന്നു ഓർക്കുന്നുണ്ടോ? 1769. ആ ഒരു ടൈമിൽ ബംഗാളിൽ ഒരു ഗ്രേറ്റ് ഫെമീൻ നടക്കുന്നുണ്ട്. അതായത് ഒരു വലിയ വരൾച്ച ഉണ്ടാകുന്നു. ഈ വരൾച്ചയ്ക്ക് ശേഷം ബ്രിട്ടന്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെ നിലനിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു. ട്രേഡ് നല്ല രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടന്റെ കയ്യിൽ നിന്നും ഒരു ലോൺ, $1 million ഒരു ലോൺ എടുക്കുന്നു. ആ ലോൺ കൊടുത്തതിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിന്മേൽ, ഇങ്ങനെ ഒരു ലോൺ കൊടുക്കുന്നതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിന്മേൽ ബ്രിട്ടീഷിന്, അതായത് ബ്രിട്ടീഷ് പാർലമെന്റിന് കൂടുതൽ അവകാശങ്ങൾ കിട്ടുന്നു. ഈ അവകാശങ്ങളുടെ പുറത്ത് പാസ്സാക്കുന്ന ആദ്യത്തെ ആക്ട് ആണ് 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട്. സോ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും വേണ്ടത് ഒരു പെൻ ആൻഡ് ബുക്ക്. ഇതിനകത്ത് എഴുതി പോവുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ
കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, നമ്മളത് സോൾവ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. സോ 1773 റെഗുലേറ്റിംഗ് ആക്ട്, ഇവിടെ വരുന്ന ഇമ്പോർട്ടൻറ്റ് തിങ് ഇതാണ്. ദിസ് വാസ് ദി ഫസ്റ്റ് ആക്ട്. ഇതുവരെ ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സിന്മേൽ കൈകടത്തിയിരുന്നില്ല. ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സിന്മേൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇടപെടുന്ന ആദ്യത്തെ ആക്ട് ആണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. ദെൻ കമ്പനി തന്നെ പാർലമെന്റ് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് രണ്ട് രീതിയിലുള്ള ഫംഗ്ഷൻസ് ആണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് പൊളിറ്റിക്കൽ ഫംഗ്ഷൻസും, രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസും. അവർ രണ്ട് രീതിയിൽ ആക്ട് ചെയ്യേണ്ടി വരുന്നു. കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസും അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസും എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ബൈ ദാറ്റ് ഇത് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയാണ് പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് കൂടി കമ്പനിക്ക് ഉണ്ടെന്ന്. ഓക്കെ. പൊളിറ്റിക്കൽ എന്നുദ്ദേശിക്കുന്നത് ബേസിക്കലി അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ്. വെൻ ഇറ്റ് കംസ് ടു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, സെക്കൻഡ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ രണ്ട് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻസ് കമ്പനിയുടെ പേരിൽ ബ്രിട്ടീഷ് ക്രൗൺ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷന്റെ ഏറ്റവും ബേസിക് തിങ് എന്ന് പറയുന്നത്. ആദ്യമായിട്ടൊരു റൂൾ എമർജ് ചെയ്യുന്നത് ഈ ആക്ട് പ്രകാരമാണെന്ന് പറയാം. ആക്ടിന്റെ മേജർ പ്രൊവിഷൻസിലേക്ക് കടക്കാം. ഇനി പറയുന്ന മേജർ പ്രൊവിഷൻസ്, 5 മേജർ പ്രൊവിഷൻസ് ആണ് നമ്മൾ ഈ ആക്ടിൽ കാണാൻ പറ്റുന്നത്. ഓരോന്നും നമ്മളെ സംബന്ധിച്ച് റെലവെന്റ് ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ട് ഏതാണെന്ന് ഓർക്കുക. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. റെഗുലേറ്റിംഗ് ആക്ട് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പാസ്സാക്കിയ ആക്ട് ആണ്. ഓക്കെ. ഇത് സിഗ്നിഫിക്കന്റ് ആകാനുള്ള ഒരുപാട് റീസൺസ് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇന്ത്യയിൽ മൊത്തമായിട്ട് ഇപ്പൊ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇന്ത്യ എടുക്കുന്നു. ഇന്ത്യയിൽ മൊത്തമായിട്ട് ഡിഫറെന്റ് ട്രേഡ് നടത്താൻ വേണ്ടി ഒരുപാട് ട്രേഡ് പോസ്റ്റുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ട് നിലവിൽ. ഈ ട്രേഡ് പോസ്റ്റുകളെ 3 മേജർ പ്രൊവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി ട്രേഡ് പോസ്റ്റുകളെ 3 മേജർ പ്രൊവിൻസുകളായിട്ട് കമ്പനി തന്നെ ഡിവൈഡ് ചെയ്തിരുന്നു. ആൻഡ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കമ്പനിയുടെ എംപ്ലോയീസിനെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഗവർണർ ഉണ്ടാവും. ആ ഗവർണറുടെ മുകളിൽ 24 പേരടങ്ങിയ ഒരു എന്തായിരുന്നു അത് ഓർക്കുന്നുണ്ടോ? 24 പേരുടെ ഒരു ബോഡി. കമന്റ് ബോക്സിൽ വന്നിട്ട് ഏതായിരുന്നു ആ ബോഡി? പേരടങ്ങിയ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്ത് കമ്പനിക്ക് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഈ 24 പേരടങ്ങിയ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഗവർണറുടെ മുകളിൽ ഉണ്ടാവും. ഇങ്ങനെയാണ് അതിന്റെ കംപ്ലീറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വർക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ഓരോ പ്രൊവിൻസിനും അതിന്റെ മേൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവർണർ ഉണ്ടാവും. ആ ഗവർണറെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ആ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൽ 24 മെമ്പേഴ്സ് ആണുള്ളത്. 24 പേരടങ്ങിയ ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണുള്ളത്. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ പ്രൊവിൻസുകളെ ഈ ഓരോ പോസ്റ്റുകളെയും കളക്ട് ചെയ്തു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി 3 ഗവർണറുടെ കീഴിലായിരുന്നു ആക്കിയിരുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബോംബെ പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി, ബംഗാൾ പ്രസിഡൻസി. ഈ ബോംബെ പ്രസിഡൻസിക്ക് ഒരു ഹെഡ് ഉണ്ട്, മദ്രാസ് പ്രസിഡൻസിക്ക് മറ്റൊരു ഹെഡ് ഉണ്ട്, കൽക്കട്ട അല്ലെങ്കിൽ കൽക്കട്ട പ്രസിഡൻസിക്ക് മറ്റൊരു ഹെഡ് ഉണ്ട്, ബംഗാൾ പ്രസിഡൻസി എന്ന് പറയും. ഇവരെ എല്ലാവരും ഈ പറയുന്ന ഓരോ ഹെഡും ഗവർണേഴ്സ് ആണ്. ഓരോ ഗവർണർക്കും അവരുടേതായ ഇൻഡിപെൻഡന്റ് റൈറ്റ്സും ഉണ്ട്. പക്ഷേ ഈ ആക്ട് പാസ്സാക്കുന്നതോടുകൂടി ഇതിന്റെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് തിങ് ഇതാണ്. ബംഗാളിലെ ഗവർണറെ ഗവർണർ ജനറൽ ആക്കി മാറ്റുന്നു. ഓക്കെ. ബംഗാളിലെ ഗവർണറെ ഗവർണർ ജനറൽ ആക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ ബാക്കി 2 ഗവർണേഴ്സും ഗവർണർ ജനറലിന്റെ കീഴിലേക്ക് മാറ്റുന്നു, സബോർഡിനേറ്റഡ് ആക്കുന്നു. ക്ലിയർ? സോ ബംഗാളിലെ ഗവർണറിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റുന്നു. ആൻഡ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 4 മെമ്പേഴ്സ് അടങ്ങിയ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും രൂപീകരിക്കുന്നു. ഓക്കെ.
സോ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഓർക്കേണ്ടത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ബാക്കി രണ്ട് ഗവർണേഴ്സിന്റെയും, അതായത് ബോംബെ പ്രസിഡൻസിയിൽ ഒരു ഗവർണർ ഉണ്ട്, മദ്രാസ് പ്രസിഡൻസിയിൽ ഒരു ഗവർണർ ഉണ്ട്, ഇവരുടെ രണ്ടുപേരുടെയും മുകളിലാണ്. ദെൻ അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 4 പേരടങ്ങിയ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും രൂപീകരിച്ചു. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് അറിയേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ബോംബെയിലെയും മദ്രാസിലെയും പ്രസിഡൻസികൾ ഇനി വർക്ക് ചെയ്യുന്നത് ബംഗാൾ പ്രസിഡൻസിയുടെ കീഴിലായിരിക്കും. ബിക്കോസ് അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരിക്കും. കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ഇമ്പോസ് ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ് ഗവർണേഴ്സിന്റെ ആവശ്യം പിന്നീടുള്ളത്. ഓക്കെ. ഒരു ഗായത്രി മൈക്കൊന്ന് ഓഫ് ചെയ്യൂ. മൈക്കൊന്ന് ഓഫ് ചെയ്തേക്ക് എല്ലാവരും. ഓക്കെ. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സോ 2 കാര്യങ്ങൾ പറഞ്ഞു. 1773 റെഗുലേറ്റിംഗ് ആക്ടുമായി ബന്ധപ്പെട്ട്. റെഗുലേറ്റിംഗ് ആക്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. റെഗുലേറ്റിംഗ് ആക്ടിൽ 2 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ആ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 4 പേരടങ്ങിയ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും ക്രിയേറ്റ് ചെയ്തു. ഈ 4 പേരടങ്ങിയ എക്സിക്യൂട്ടീവ് കൗൺസിൽ വരുമ്പോൾ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പോസ്റ്റിന് അധികം പവേഴ്സ് ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഈ 4 പേർ, എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 4 പേരും ഗവർണർ ജനറലും ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യുമ്പോൾ ഗവർണറിനൊപ്പം ഇവിടെ നിന്നും 2 പേരെങ്കിലും എഗ്രി ചെയ്താൽ മാത്രമേ ആ കാര്യം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 4 പേരിൽ 2 പേരെങ്കിലും ഗവർണർ ജനറലിന്റെ ഒപ്പം നിന്നാൽ മാത്രമേ അവിടെയുള്ള തീരുമാനങ്ങൾ എന്തായാലും നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. ഇതായിരുന്നു 1773 ആക്ടിന്റെ ഒരു ഡ്രോബാക്ക്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, തേർഡ് വൺ. ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൽക്കട്ടയിലാണ് എക്സാക്ട്ലി ഒരു സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൂടി 1773 ആക്ടിലുണ്ടായിരുന്നു. സോ ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട. കൽക്കട്ടയിൽ സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 1773. ദെൻ ഫോർത്ത് ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, ഇതുവരെ കമ്പനിയുടെ ഒഫീഷ്യൽസിന്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വരുന്ന ഒഫീഷ്യൽസിന് പ്രൈവറ്റ് ട്രേഡ് നടത്താനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഈ പ്രൈവറ്റ് ട്രേഡ് നടത്താനുള്ള അധികാരം പൂർണ്ണമായിട്ട് എടുത്തു കളയുന്നു. അതേപോലെ ഇന്ത്യൻസിന്റെ കയ്യിൽ നിന്ന് ബ്രൈബ് മേടിക്കുക അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് 1773 ആക്ടിൽ റെഗുലേഷൻ വന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് പറയാമോ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓൾമോസ്റ്റ് ബാങ്ക്രപ്റ്റ് ആയത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അതിനുള്ള പ്രധാന റീസൺ ആയിട്ട് പറഞ്ഞത്, ഒന്നാമത്തത് ബംഗാൾ ഫെമൈൻ ആണ്. രണ്ടാമത്തെ റീസൺ ഒരു അൺനെസറി ബാറ്റിൽ ബിറ്റ്വീൻ കർണാട്ടിക് വാർ എന്ന് പറയും, നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ദെൻ മൈസൂറും തമ്മിൽ ഉണ്ടായ വാറാണ്. ആ വാറിലുണ്ടായ നഷ്ടങ്ങൾ. മൂന്നാമത്തെ റീസൺ ആയിട്ട് പറഞ്ഞത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽസ് തന്നെ അവര് പണക്കാരാവുന്നു, പക്ഷെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ കാശൊന്നുമില്ല. ഇങ്ങനെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ള പ്രധാന റീസൺ എന്താണെന്ന് ഓർക്കുക, അവര് ബ്രൈബ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കറപ്റ്റഡ് ആണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഈ ആക്ട് പ്രകാരം കൃത്യമായിട്ട് പറയുകയാണ്, കമ്പനി ഒഫീഷ്യൽസിന് ഇനി അങ്ങോട്ടേക്ക് പ്രൈവറ്റ് ട്രേഡ് നടത്താൻ പാടില്ല, കമ്പനി ഒഫീഷ്യൽസ് ഒരു കാരണവശാലും ബ്രൈബ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ആക്ടിന്റെ പ്രൊവിഷൻ ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഓക്കെ. ദെൻ ഫിഫ്ത്ത് ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, ഈ കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് നമ്മൾ ഈ പറഞ്ഞ 24 അംഗം ബോഡി മസ്റ്റ് ആയിട്ടും കമ്പനിയുടെ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പാർലമെന്റിൽ, അതായത് പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ബ്രിട്ടീഷ് പാർലമെന്റിന് മുമ്പിലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ള ഒരു റൂളും കൂടി ഇറക്കി. സോ 5 ബേസിക് പ്രൊവിഷൻസ് ആണ് 1773 റെഗുലേറ്റിംഗ് ആക്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഒന്നാമത്തെ പ്രൊവിഷൻ, ആദ്യമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരായിരുന്നു?
വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ബംഗാളിലെ ഗവർണറെയാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി മാറ്റിയത്. അന്ന് ബംഗാളിലെ ഗവർണർ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. അതുകൊണ്ട് വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, ഈ പറയുന്ന ഗവർണർ ജനറൽ, അതായത് ബംഗാൾ പ്രസിഡൻസി, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാണ് ഞാൻ ഇന്ത്യ എന്ന് യൂസ് ചെയ്തതിന് കറക്റ്റ് ചെയ്യുക. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കീഴിലാണ് ബാക്കി 2 ഗവർണേഴ്സും എന്നുള്ള രീതിയിൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ തന്നെ മൊത്തമായിട്ട് മാറ്റങ്ങൾ വരുത്തി. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓർക്കുക, 2 പ്രസിഡൻസീസ് ഉണ്ട്, മദ്രാസ് ആൻഡ് ബോംബെ പ്രസിഡൻസി. ഈ 2 പ്രസിഡൻസിയും ഇനി അങ്ങോട്ടേക്ക് ബംഗാൾ പ്രസിഡൻസിയുടെ താഴെയാണ് എന്നുള്ള രീതിയിലായിരിക്കണം ആക്ട് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, കൽക്കട്ടയിൽ ഒരു സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. നാലാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, സർവൻസ്, കമ്പനിയുടെ സർവൻസ് ഒരു കാരണവശാലും പ്രൈവറ്റ് ട്രേഡിൽ ഏർപ്പെടാൻ പാടില്ല. അതേപോലെ ബ്രൈബ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല ഫ്രം നേറ്റീവ്സ്. നേറ്റീവ്സ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ബ്രിട്ടീഷുകാരെയും ഇന്ത്യക്കാരെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ കൂടി ഇവിടെ ക്ലിയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. നേറ്റീവ്സ് എന്നുള്ളൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി കൺട്രോൾ കുറച്ചും കൂടി സിഗ്നിഫിക്കന്റ് ആക്കാൻ വേണ്ടി തന്നെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ എല്ലാ റവന്യൂ ആൻഡ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയെ പറ്റിയും ബ്രിട്ടീഷ് പാർലമെന്റിന് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രൊവിഷൻ കൂടി ആഡ് ചെയ്തിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് 1773 ആക്ടുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. 1773 ആക്ട് പാസ്സാക്കിയതിനു ശേഷം നമ്മൾ പറഞ്ഞു ഒരു സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ സംഭവിക്കുന്നത്, സുപ്രീം കോർട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളും ഗവർണർ ജനറലുടെ കാര്യങ്ങളും തമ്മിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പല ഡിസിഷൻസും എക്സിക്യൂട്ടീവ് കൗൺസിലും ഗവർണർ ജനറലും തമ്മിൽ തീരുമാനിക്കുമ്പോഴും സുപ്രീം കോർട്ട് അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ പുതിയൊരു ലെജിസ്ലേഷൻ ഇറക്കി 1773 ആക്ടിലെ പോരായ്മകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി. ആ ആക്ടിനെയാണ് അമെൻമെന്റ് ആക്ട് ഓഫ് 1781 എന്ന് പറയുന്നത്. അമെൻമെന്റ് ആക്ട് ഓഫ് 1781 is otherwise known as Act of Settlement. ഓക്കെ, രണ്ടാമത്തെ ആക്ട് 1781 അമെൻഡ്മെന്റ് ആക്ട്, or also known as Act of Settlement. ഓക്കെ, 1773 ആക്ടിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ നികത്താൻ വേണ്ടി 2 ഇമ്പോർട്ടന്റ് ആക്ടുകൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആക്ട് ആണ് 1781 അമെൻഡ്മെന്റ് ആക്ട് ഓർ അമെൻഡിങ് ആക്ട്. ഓക്കെ, സോ അമെൻഡിങ് ആക്ടിന്റെ ബേസിക് പ്രൊവിഷൻസ്. ഒന്നാമത്തെ പ്രൊവിഷൻ, ഇതുവരെ നമ്മൾ കണ്ടത് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞത് സുപ്രീം കോർട്ടും ദെൻ ഗവർണറും തമ്മിലുള്ള ഇഷ്യൂ ആണ്. സുപ്രീം കോർട്ടും ഗവർണർ ജനറലും തമ്മിലാണ് പല തീരുമാനങ്ങളിലും ഓപ്പോസിറ്റ് സൈഡ്സിൽ വന്നത്. അതുകൊണ്ട് ഈ ആക്ട് പ്രകാരം exempted the governor general and council from the jurisdiction of supreme court. സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ അകത്ത് ഗവർണർ ജനറലും അദ്ദേഹത്തിന്റെ കൗൺസിലും ഒരു കാരണവശാലും ഇല്ല എന്ന് ഈ ആക്ട് അങ്ങ് ഡിസൈഡ് ചെയ്തു. അതായത് ഗവർണർ ജനറലും അദ്ദേഹത്തിന്റെ കൗൺസിലും കൂടി ചേർന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ സുപ്രീം കോർട്ട് ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊവിഷൻ. രണ്ടാമത്തെ പ്രൊവിഷൻ, റവന്യൂ മാറ്റേഴ്സ്, ഇന്ത്യയിലെ ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, റവന്യൂ കളക്ഷൻ, അങ്ങനെ വരുന്ന കാര്യങ്ങളിലൊന്നും സുപ്രീം കോർട്ടിന് യാതൊരു അവകാശവും ഉണ്ടാവില്ല. കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഗവർണേഴ്സും ഗവർണർ ജനറലുമാണ്. 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ അകത്തല്ല. സുപ്രീം കോടതിക്ക് അതിനകത്ത് ഒരു കാര്യവും തീരുമാനിക്കാൻ സാധിക്കില്ല. അദ്ദേഹം തീരുമാനിക്കുന്നത് ഫൈനലായിരിക്കും. രണ്ടാമത്തത്, റവന്യൂ അഫയേഴ്സ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ അകത്ത് വരില്ല, അതിന് പുറത്താണ്. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ ഇതുവരെ കഴിഞ്ഞ ആക്ട് പ്രകാരം ഇംഗ്ലീഷ് പേഴ്സൺസിന്, അതായത് ബ്രിട്ടീഷ് എംപ്ലോയീസിനും ബ്രിട്ടീഷുകാർക്കും മാത്രമായിരുന്നു ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആക്ട് പ്രകാരം ആ ജൂറിസ്ഡിക്ഷൻ ഇന്ത്യയിലെ നേറ്റീവ്സിനും, അതായത് കൽക്കട്ടയിലുള്ള ഇൻഹാബിറ്റൻസിനും കൂടി ഈ പറയുന്ന ആക്ടിന്റെ പ്രൊവിഷൻസിന് കീഴിൽ കൊണ്ടുവന്നു. അതായത് ഈ ആക്ട് ഇനി തൊട്ട് ഇന്ത്യക്കാർക്കും അപ്ലൈ ചെയ്യപ്പെടും. അതുവരെ അപ്ലൈ ചെയ്യില്ലായിരുന്നു, ഇംഗ്ലീഷുകാർക്ക് വേണ്ടി മാത്രമുള്ള ആക്ട് ആയിരുന്നു. ഈ ഒരു പ്രൊവിഷൻ ആഡ് ചെയ്യുന്നതോടുകൂടി ഇനി അങ്ങോട്ടേക്ക് ഇന്ത്യക്കാർക്കും ഈ ആക്ടിനകത്ത് ഇന്ത്യക്കാരെയും ശിക്ഷിക്കാം, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കും ഈ ആക്ടിന്റെ ജൂറിസ്ഡിക്ഷൻ അകത്ത് വരും എന്നുള്ള രീതിയിലേക്ക് മാറും. ഓക്കെ, അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഹിന്ദുവിനെ
ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ നിയമം എന്ന് പറയുന്നത് ഹിന്ദു ആക്ട് പ്രകാരമായിരിക്കണം. മുസ്ലിംസ് ആണെങ്കിൽ മുഹമ്മദൻ ആക്ട് പ്രകാരമായിരിക്കണം എന്ന് കൃത്യമായിട്ടുള്ള പ്രൊവിഷനും ഈ ആക്ടിൽ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. നാലാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, പ്രൊവിൻഷ്യൽ കോർട്ടുകളിലെ, അതായത് നമ്മളിവിടെ പറഞ്ഞു 3 കോർട്ടുകൾ ഉണ്ടല്ലോ നിലവിൽ. കൽക്കട്ടയിൽ സുപ്രീം കോർട്ട്, അതുകൂടാതെ പ്രൊവിൻസുകളിൽ അവരവരുടേതായ കോടതികളുമുണ്ട്. സോ പ്രൊവിൻസ് കോടതികളിൽ എന്തെങ്കിലും ഒരു കേസ് അപ്പീലിന് വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ റൺ ചെയ്യുന്നത് പോലെ ഇന്ന് ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയാണ്? ഏറ്റവും താഴെ മുനിസിപ്പൽ കോർട്ട്സ് ഉണ്ടാവും. ഈ മുനിസിപ്പൽ കോർട്ടിൽ നിന്ന് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇഫ് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, അതിന്റെ വെർഡിക്റ്റുമായിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ എനിക്ക് പോകാവുന്നത് ഹൈക്കോർട്ടിലേക്കാണ്. അതുമായിട്ടും എനിക്ക് തൃപ്തനല്ലെങ്കിൽ ഐ ക്യാൻ ഗോ ടു സുപ്രീം കോർട്ട്. ഇതാണ് ആ ഒരു സ്ട്രക്ചർ. ഏറ്റവും ലോവസ്റ്റില് മുനിസിപ്പൽ കോർട്ട്സ്, സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ അപ്പീൽ കൊടുക്കാം. അപ്പീൽ കൊടുത്തുകൊണ്ട് ഹൈക്കോർട്ടിലേക്ക് പോകുന്നു. അവിടെയും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ഐ ക്യാൻ ഗോ ടു സുപ്രീം കോർട്ട്. ഈ ഒരു സ്ട്രക്ചർ ഒരു കാരണവശാലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള പ്രൊവിൻസസിൽ അപ്ലൈഡ് അല്ല. അതായത് പ്രൊവിൻഷ്യൽ കോർട്ടുകളിൽ അപ്പീൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് കാര്യം തീരുമാനിക്കേണ്ടത് നമ്മൾ പറഞ്ഞ സുപ്രീം കോടതിയല്ല, അത് ഡയറക്ട്ലി ഗവർണർ ജനറലും അദ്ദേഹത്തിന്റെ കൗൺസിലും, ഗവർണർ ജനറലും എക്സിക്യൂട്ടീവ് കൗൺസിലും ചേർന്നുകൊണ്ടായിരിക്കണം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നൊരു പ്രൊവിഷൻ ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, 4 ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. 5ാമത്തെ പ്രൊവിഷൻ, ഇറ്റ് എംപവേർഡ് ഗവർണർ ജനറൽ കൗൺസിൽ ടു ഫ്രെയിം റെഗുലേഷൻസ് ഫോർ ദി പ്രൊവിൻഷ്യൽ കോർട്ട്സ്. പ്രൊവിൻഷ്യൽ കോടതികളുമായിട്ട് ബന്ധപ്പെട്ട നിയമം എഴുതാനുള്ള അധികാരം ഗവർണർ ജനറൽ കൗൺസിലിനായിരിക്കും. ഓക്കെ, സോ ഈ ആക്ടിന്റെ 5 ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്യാം. 1ാമത്തെ പ്രൊവിഷൻ, എന്തുകൊണ്ടാണ് ഈ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1773 ആക്ട് പാസ്സാക്കിയതിനു ശേഷം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അവർ സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ട ക്രിയേറ്റ് ചെയ്യുന്നു. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അല്ല, സുപ്രീം കോർട്ട് ഇൻ കൽക്കട്ട ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ കൽക്കട്ടയിൽ സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഉണ്ടായ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് ഗവർണർ ജനറലും സുപ്രീം കോർട്ടിന്റെ തീരുമാനങ്ങളും പരസ്പരം ഓപ്പോസിറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഗവർണർ ജനറൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും സുപ്രീം കോർട്ടായിട്ട് നള്ളിഫൈ ചെയ്തു. ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി ഗവർണർ ജനറലിന് കൂടുതൽ പവേഴ്സ് കൊടുക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ബ്രിട്ടീഷ് പാർലമെന്റ് കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ആക്ട് പാസ്സാക്കുന്നത്. അതുകൊണ്ട് ഓരോ പ്രൊവിഷൻ നോക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗവർണർ ജനറലിനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. 1ാമത്തെ പ്രൊവിഷൻ, ഗവർണർ ജനറലും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും ഒരു കാരണവശാലും സുപ്രീം കോടതിയുടെ പെർവ്യൂവിനകത്തല്ല, സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ അകത്തല്ല, ജൂറിസ്ഡിക്ഷന് പുറത്താണ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊവിഷന് വരുന്നത്. 2ാമത്തെ പ്രൊവിഷൻ, റവന്യൂ മാറ്റേഴ്സ്, റവന്യൂ കളക്ഷൻ, ലാൻഡ് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് സുപ്രീം കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല. കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഗവർണറും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും ആയിരിക്കണം. 3ാമത്തെ പ്രൊവിഷൻ, ഇവിടെ മാത്രമാണ് സുപ്രീം കോർട്ടിന് കുറച്ചുകൂടി പവർ കിട്ടി എന്ന് പറയുന്നത്. ബിക്കോസ് ഓൾറെഡി ഒരുപാട് പേരെ ഒഴിവാക്കി, കമ്പനി ഒഫീഷ്യൽസിനെ ഒക്കെ ഒഴിവാക്കി. അതുകൊണ്ട് സുപ്രീം കോർട്ടിന്റെ ഇനിയുള്ള ജൂറിസ്ഡിക്ഷനകത്ത് ഈ കൽക്കട്ട റീജിയനിലെ ഇൻഹാബിറ്റൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. അതായത് കൽക്കട്ട റീജിയനിലുള്ള ഇന്ത്യക്കാർ, ഇൻക്ലൂഡിങ് മുസ്ലിംസ് ആകാം, ഹിന്ദുസ് ആകാം. മുസ്ലിംസ് ആണെങ്കിൽ മുഹമ്മദൻ ലോ പ്രകാരവും ഹിന്ദുസ് ആണെങ്കിൽ ഹിന്ദു ലോ പ്രകാരവുമായിരിക്കണം ഗവേണൻസ് നടത്തേണ്ടത് എന്നുകൂടി ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. 4ാമത്തെ പ്രൊവിഷൻ, അപ്പീൽ വന്നു കഴിഞ്ഞാൽ പ്രൊവിൻഷ്യൽ കോടതികളിൽ നിന്നും അപ്പീൽ വരുവാണെങ്കിൽ അത് സുപ്രീം കോടതിയിലേക്കല്ല പോവേണ്ടത്, അതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം ഗവർണർ ജനറൽ ഇൻ കൗൺസിലിനാണ്. 5ാമത്തെ പ്രൊവിഷൻ, ഗവർണർ ജനറൽ ഇൻ കൗൺസിലിന് പ്രൊവിൻഷ്യൽ കോടതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമം ഇറക്കാനുള്ള അധികാരവും ഗവർണർ ജനറൽ ഇൻ കൗൺസിലിന് ഉണ്ട്. സോ ഇത്രയുമാണ് 2ാമത്തെ ആക്ട് നമുക്ക് പറയാനുള്ളത്. മൂവിങ് ഓൺ, 3ാമത്തെ ആക്ട്. ഈ ആക്ട് ഫേമസ് ആണ്, പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയും. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. സ്റ്റെഫോർഡ് പിറ്റ്സ് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അറ്റ് ദ ടൈം. അദ്ദേഹം വന്നതിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സ് കൺട്രോൾ ചെയ്യാനും ഇതിനു മുമ്പ് പാസാക്കിയ ആക്ടുകളിലെ പോരായ്മകൾ നികത്താനും വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പിറ്റ്സ് ഇന്ത്യ ആക്ടിലും 3 ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 1ാമത്തെ പ്രൊവിഷൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ആദ്യമായിട്ട് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനെയും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു.
ഇതുവരെ കൊമേഴ്ഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന രീതിയിൽ മാത്രമാണ് ഫങ്ഷൻസ് ഉണ്ടായിരുന്നതെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഇനി അങ്ങോട്ടേക്ക് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത് വേറൊരു ബോഡിയാണ്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത് മറ്റൊരു ബോഡിയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറ്റും. സോ അതിനുവേണ്ടി ഒരു പുതിയ ബോഡി ക്രിയേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ പറഞ്ഞതാണ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആരാന്ന് നിങ്ങൾക്ക് അറിയാം. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആരാ? 24 പേരടങ്ങിയ കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. ഗവർണർ ഉൾപ്പെടെ, ഗവർണർ ജനറൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ മുന്നിലാണ്. സോ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇനി അങ്ങോട്ടേക്ക് കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് മാത്രം നോക്കിയാൽ മതി. കമ്പനിയുടെ ട്രേഡും കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇനി അങ്ങോട്ടേക്ക് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നോക്കിയാൽ മതി. പുതിയൊരു ബോഡി, ഈ ബോഡിയുടെ പേര് ബോർഡ് ഓഫ് കൺട്രോൾ എന്നാണ്. സോ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന പുതിയൊരു ബോഡി ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ബോർഡ് ഓഫ് കൺട്രോൾ ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് കമ്പനിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് എല്ലാം, ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ അഫയേഴ്സ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ ബോർഡ് ഓഫ് കൺട്രോൾ ആയിരിക്കും. ഓക്കെ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസും ബോർഡ് ഓഫ് കൺട്രോളിന് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസും. ഓക്കെ, ദെൻ ഈ സിസ്റ്റത്തെയാണ് നമ്മൾ ഡബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഡബിൾ ഗവൺമെന്റ്. 2 റൂൾ വരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അകത്താണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അകത്ത് 2 പേരായിട്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നു. ഒന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അവർ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം. ദെൻ ബോർഡ് ഓഫ് കൺട്രോൾ, ഇവരായിരിക്കും പൊളിറ്റിക്കൽ അഫയേഴ്സ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ 2 റൂൾ വരുന്നതിനെയാണ് നമ്മൾ ഡബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഡബിൾ ഗവൺമെന്റും ഡയാർക്കിയും ഡിഫറെന്റ് ആണ്. ഡയാർക്കി എന്താണെന്ന് നമ്മൾ പിന്നീട് പറയും. ഡബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അകത്ത് വരുന്ന ഒരു ഗവേണൻസ് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോളും വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, സോ മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സിവിൽ ആൻഡ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ മൊത്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഇനി അങ്ങോട്ടേക്ക് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനായിരിക്കില്ല, ബോർഡ് ഓഫ് കൺട്രോളിനായിരിക്കും. സോ ഈ 3 കാര്യങ്ങളാണ് ബോർഡ് ഓഫ് കൺട്രോൾ, പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടി ഓർക്കേണ്ടത്. ഓക്കെ, 3 ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഒന്നാമത്തെ പോയിന്റ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആക്ടിവിറ്റീസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പൊളിറ്റിക്കലും കൊമേഴ്ഷ്യലും. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ബോഡിയാണ് ഏതാ? കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ ബോർഡ് ഓഫ് കൺട്രോൾ. ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ബോഡിയാണ്. സോ ഈ സിസ്റ്റത്തെയാണ് ഡബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുമ്പോൾ മിലിറ്ററി ആയാലും റവന്യൂ കളക്ഷൻ ആയാലും അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും. ഓക്കെ, കൊമേഴ്സ് മാത്രമാണ് ഇനി അങ്ങോട്ടേക്ക് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് ചെയ്യാവുന്നത്. ബാക്കി മിലിറ്ററി അല്ലെങ്കിൽ സിവിൽ അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനുള്ള അധികാരം തുടർന്ന് പുതിയൊരു ബോഡിക്കാണ്. ആ ബോഡിയുടെ പേരാണ് ബോർഡ് ഓഫ് കൺട്രോൾ. ഓക്കെ, ദെൻ ഈ ആക്ടിൽ ഒരു ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ ഇതാണ്. ആക്ടിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഫോർ ദി ഫസ്റ്റ് ടൈം ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് പിടിച്ചെടുത്ത സ്ഥലമല്ലേ ഇത്, അങ്ങനെ ആലോചിക്കുക. ഇന്ത്യയിൽ വന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ട് മിലിറ്ററി എക്സ്പാൻഷൻ നടത്തി, അങ്ങനെ കിട്ടിയ സ്ഥലമാണ് ഇന്ത്യയിലുള്ളത്. ഈ പ്ലേസിന്മേലുള്ള, ഈ പറയുന്ന പൊസഷൻസിന് മേലുള്ള അധികാരം ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുകളിൽ ബ്രിട്ടീഷ് കാണിച്ചത് 1773 ആക്ട് പ്രകാരമാണ്. പക്ഷേ 1784 ആകുമ്പോൾ അവർ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ, അതായത് ബ്രിട്ടീഷിന്റെ പൊസഷൻസ് ഇന്ത്യയിൽ കൈകാര്യം ചെയ്യാനുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു ബോഡിയാണ്. അതായത് ഈ ആക്ട് ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലിരിക്കുന്ന എല്ലാ പൊസഷൻസും ബ്രിട്ടീഷ് പൊസഷൻസ് ആണ് എന്ന് ഈ ആക്ടിൽ പറഞ്ഞു. സോ എനിവേ, അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അടുത്ത ആക്ട് വരുമ്പോൾ. അതിന് മുമ്പായിട്ട് ഈ ആക്ടിന്റെ, അതായത് പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ 3 ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് ഓർത്തേക്കുക. നമ്മൾ പോവുകയാണ് 4ാമത്തെ ആക്ടിലേക്ക്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമ്പനി റൂളാണ്. കമ്പനി റൂളുമായി ബന്ധപ്പെട്ട് 3 ഇമ്പോർട്ടന്റ് ആക്ടുകൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു. 1 റെഗുലേറ്റിംഗ് ആക്ട്, 2 അമെൻഡിംഗ് ആക്ട്, 3 പിറ്റ്സ് ഇന്ത്യ ആക്ട്. നമ്മളുടെ 4ാമത്തെ ആക്ട്, ആക്ട് ഓഫ് 1786. 1786 ഒരു ചെറിയ കുറച്ച് പ്രൊവിഷൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആക്ട് പാസ്സാക്കി. ഈ ആക്ട് അറിയപ്പെടുന്നത് ആക്ട് ഓഫ് 1786 എന്നാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. പുതിയ ഗവർണർ ജനറൽ
പുതിയ ഗവർണർ ജനറലായിട്ട് ലോർഡ് കോൺവാലിസ് അധികാരം ഏറ്റെടുത്തു. കോൺവാലിസ് അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഡിമാൻഡ് ആയിരുന്നു രണ്ട് കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ആക്ട് ആണ് ആക്ട് ഓഫ് 1786. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹത്തിന് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഗവർണർ ജനറൽ ആൻഡ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. എത്ര പേരടങ്ങിയ എക്സിക്യൂട്ടീവ് കൗൺസിലാണ്? നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ. ഗവർണർ ജനറലും എക്സിക്യൂട്ടീവ് കൗൺസിലും ഫോം ചെയ്തിരുന്നു. ദാറ്റ് വാസ് ഇൻ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. ഇദ്ദേഹത്തിന്റെ 4 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഗവർണർ ജനറൽ ഒരു കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ, ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 2 പേരെങ്കിലും എഗ്രി ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയായിരുന്നു സിറ്റുവേഷൻ. സോ കോൺവാലിസ് അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം, എക്സിക്യൂട്ടീവ് കൗൺസിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളെ ഓവർ റൈഡ് ചെയ്യാനുള്ള പവർ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള പവർ എനിക്ക് തരണം. സോ ഞാൻ ഇവിടുത്തെ ഗവർണർ ജനറൽ ആണ്. എനിക്ക് എക്സിക്യൂട്ടീവ് കൗൺസിൽ പറയുന്ന അനുസരിച്ച് ആക്ട് ചെയ്യാൻ താല്പര്യമില്ല. അവർ തീരുമാനിച്ച കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള പവർ എനിക്ക് വേണം. അത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, ഇനി അങ്ങോട്ടേക്ക് ഗവർണർ ജനറൽ എന്ന് പറയുന്ന പോസ്റ്റിനെ കമാൻഡർ ഇൻ ചീഫ് എന്ന് കൂടി അറിയപ്പെടും. ഈ രണ്ട് പ്രൊവിഷൻസ് മാത്രമാണ് 1786 ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ 4 ആക്ടുകളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. 4 ആക്ടുകൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. ലെ റെഗുലേറ്റിംഗ് ആക്ട്, ദെൻ 1781 അമെൻഡിങ് ആക്ട്, ദെൻ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്, അതിനുശേഷം 1786 ആക്ട്, സ്പെഷ്യൽ ആക്ട് എന്ന് മാത്രമേ ഉള്ളൂ. സോ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഈ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു. ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, പുതിയൊരു ഗവർണർ ജനറൽ അധികാരം ഏറ്റെടുത്തുകൊണ്ടാണ്. കോൺവാലിസ് ആണ് വന്നത്. കോൺവാലിസിന്റെ ഡിമാൻഡ് ആയിരുന്നു ഓവർ റൈഡിംഗ് പവേഴ്സ് വേണമെന്ന്. എന്താണ് ഓവർ റൈഡിംഗ് പവേഴ്സ് എന്ന് ക്ലിയർ ആണോ? ഓവർ റൈഡിംഗ് പവേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സിക്യൂട്ടീവ് കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള അധികാരമാണ് ഓവർ റൈഡിംഗ് പവേഴ്സ്. സോ ഓവർ റൈഡിംഗ് പവേഴ്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഓക്കെ, മൂവിങ് ഓൺ. ചാർട്ടർ ആക്ട് ഓഫ് 1793. ചാർട്ടർ ആക്ട്. ഓക്കെ, ചാർട്ടർ ആക്ട് ഓഫ് 1793 ഓരോ ടൈം പീരീഡിലും ബ്രിട്ടീഷ് ക്രൗഡായിട്ട് ഇറക്കുന്ന ആക്ടുകളെയാണ് ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. സോ ചാർട്ടർ ആക്ട് ഓഫ് 1793 പ്രകാരം, ചാർട്ടർ ആക്ട് ഓഫ് 1793 വീണ്ടും ബ്രിട്ടീഷിന്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഓപ്പറേഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ആക്ടാണ് ചാർട്ടർ ആക്ട് ഓഫ് 1793. ബേസിക് പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, 1786 ഒരു ആക്ട് പാസ്സാക്കിയത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ആലോചിക്കുക. അതായത് എക്സിക്യൂട്ടീവ് കൗൺസിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടി ഗവർണർ ജനറൽക്ക് അധികാരം കൊടുക്കാനുള്ള ആക്ട് ആയിരുന്നു ആക്ട് ഓഫ് 1786. ആ ഒരു പ്രൊവിഷൻ നിയമപരമായിട്ട് ഇനി അങ്ങോട്ടേക്ക് എല്ലാ ഗവർണേഴ്സിനും എല്ലാ ഗവർണർ ജനറൽമാർക്കും ഉണ്ടായിരിക്കും. അതായത് അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വന്നു കഴിഞ്ഞാൽ അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് മൊത്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ഗവർണർക്കും ഗവർണർ ജനറൽക്കും കൊടുക്കുന്നു. സോ ഇറ്റ് എക്സ്റ്റെൻഡഡ് ദി ഓവർ റൈഡിംഗ് പവർ. കോൺവാലിസിന് മാത്രമായിട്ട് കൊടുത്ത ആ ഓവർ റൈഡിംഗ് പവർ ഇനി അങ്ങോട്ടേക്ക് എല്ലാ ഗവർണർ ജനറലിനും എല്ലാ ഗവർണേഴ്സിനും, ഗവർണേഴ്സ് ഉദ്ദേശിക്കുന്നത് പ്രസിഡൻസിയിലെ ഗവർണേഴ്സ്, ഗവർണർ ജനറൽ ഉദ്ദേശിക്കുന്നത് ബംഗാളിലെ ഗവർണർ ജനറൽ, ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഒന്നാമത്തെ പ്രൊവിഷൻ. സോ ഓവർ റൈഡിംഗ് പവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രൊവിഷൻ, സോ ഇറ്റ് ഗീവ്സ് ഗവർണർ ജനറൽ മോർ പവർ ടു കൺട്രോൾ
ഗവൺമെന്റ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ്. മദ്രാസ് പ്രസിഡൻസിയും ബോംബെ പ്രസിഡൻസിയിന്മേലും ഗവർണർ ജനറൽക്ക് കൂടുതൽ പവേഴ്സ് കൊടുത്തു. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ പവർ കൂടുതൽ, വീണ്ടും കൂടുതൽ പവേഴ്സ് ഗവർണർ ജനറലിന് കിട്ടുന്നു. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, കമ്പനിയുടെ ഇന്ത്യയിലെ മോണോപോളി അടുത്ത 20 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതായത് നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞതാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മോണോപോളി പ്രൊവൈഡ് ചെയ്യുന്നത് 1600-ലാണ്. അത് പ്രൊവൈഡ് ചെയ്തപ്പോൾ തന്നെ എക്സ്ക്ലൂസീവ് ട്രേഡ് റൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തത്. 2 റീജിയൻ നമ്മൾ പറഞ്ഞു, സ്ട്രെയ്റ്റ് ഓഫ് മഗലിനും ദെൻ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്സ്. ഈ 2 റീജിയന് ഇടയിൽ വരുന്ന പ്രദേശം, അത്രയും പ്രദേശത്തെ കംപ്ലീറ്റ് ട്രേഡിനുള്ള അധികാരം അന്ന് പ്രൊവൈഡ് ചെയ്തിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു. സോ ഇന്ത്യയുടെ ട്രേഡ് നടത്താനുള്ള അധികാരം വീണ്ടും 20 വർഷത്തേക്ക് കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുകയാണ് 1793 ആക്ട് പ്രകാരം. ഓക്കെ, സോ 20 വർഷം എന്ന് പറയുമ്പോൾ 1813 വരെ ഈ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ലാസ്റ്റ് വൺ, the members of board of control and their staff will be paid out of Indian revenue. അതായത് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തായിട്ട് നമ്മൾ കഴിഞ്ഞ ആക്ടിൽ പറഞ്ഞതാണ്. ബോർഡ് ഓഫ് കൺട്രോൾ ആയാലും അതേപോലെ അവരുടെ സ്റ്റാഫ് ആയാലും, സോ അവർക്ക് പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന റവന്യൂവിൽ നിന്നായിരിക്കണം. ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരിക്കില്ല എമൗണ്ട് കൊടുക്കുന്നത്. ഓക്കെ, ഈ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ ബോഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് വരുന്ന സാലറി ആയാലും എന്ത് എക്സ്പെൻസ് ആയാലും അത് മീറ്റ് ചെയ്യേണ്ടത് ഇന്ത്യൻ റവന്യൂവിൽ നിന്നായിരിക്കണം എന്നുള്ളൊരു പ്രൊവിഷൻ കൂടി ഈ ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. സോ 4 ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് ആണ് ചാർട്ടർ ആക്ട് പ്രകാരം ഓർക്കേണ്ടത്. ഒന്നാമത്തെ പ്രൊവിഷൻ, ഓവർ റൈഡിംഗ് പവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഗവർണർ ജനറൽ കോൺവാലിസിന്റെ നിർബന്ധ പ്രകാരം ക്രിയേറ്റ് ചെയ്ത ഓവർ റൈഡിംഗ് പവർ ഇനി അങ്ങോട്ട് എല്ലാ ഗവർണർ ജനറലിനും ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസീസിനെ സബോർഡിനേറ്റ് ചെയ്തിരുന്നു. അത് കൂടുതൽ, അതായത് ബംഗാൾ പ്രസിഡൻസിയിലെ ഹെഡ് എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ്. അദ്ദേഹത്തിന് ബാക്കി 2 പ്രസിഡൻസിയിൽ മേൽ പൂർണ്ണാധികാരം അല്ലെങ്കിൽ കൂടുതൽ അധികാരം ഉണ്ടായിരിക്കും. മൂന്നാമത്തെ പ്രൊവിഷൻ, മോണോപോളി, ബ്രിട്ടീഷ് ട്രേഡ് മോണോപോളി അടുത്ത 20 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. 4ാമത്തെ പ്രൊവിഷനായിട്ട് ഇവർക്ക് വരുന്ന ബോർഡ് ഓഫ് കൺട്രോൾ ആയാലും ബോർഡ് ഓഫ് കൺട്രോളിന്റെ മെമ്പേഴ്സ് ആയാലും സ്റ്റാഫ് ആയാലും അവർക്ക് വരുന്ന എല്ലാ എക്സ്പെൻസും ഇനി മൊത്തം ഇന്ത്യൻ ട്രഷറി അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിൽ നിന്നായിരിക്കണം മീറ്റ് ചെയ്യേണ്ടത്. ഇത്രയും പ്രൊവിഷൻസ് ആണ് 1719 ആക്ട് പ്രകാരം 1793 ആക്ട് പ്രകാരം ഓർക്കേണ്ടത്. 1793 കഴിയുന്നു. ഇത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. അതായത് ഇത് എക്സ്ക്ലൂസീവായിട്ട് ഇന്ത്യയുടെ ട്രേഡ് നടത്താനുള്ള അധികാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുന്നത്. മറ്റൊരു ബ്രിട്ടീഷ് കമ്പനിക്കും ഇന്ത്യയിൽ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഈ ടൈം പീരീഡിൽ. അതേപോലെ മറ്റൊരു ബ്രിട്ടീഷ് ട്രേഡർക്കും ഇന്ത്യയിൽ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ബ്രിട്ടൻ എന്ന് പറയുന്നത് ശരിയല്ല, ഫ്രാൻസിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിൽ വരുന്നു. അദ്ദേഹം വരുന്നതോടുകൂടി ഒരുപാട് റെസ്ട്രിക്ഷൻസ് യൂറോപ്യൻ പവേഴ്സിന്റെ മേൽ ഏർപ്പെടുത്താൻ തുടങ്ങി. യൂറോപ്പിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നപ്പോൾ ട്രേഡ് ഈസി ആയിരുന്നില്ല. ട്രേഡ് ഈസി ആകാതെ വന്നപ്പോൾ ബ്രിട്ടീഷ് ക്രൗണിന്റെ മേലിൽ കൂടുതൽ സമ്മർദ്ദം വന്നു. ബ്രിട്ടീഷ് പാർലമെന്റിന് വേറെ നിവൃത്തികളൊന്നും ഉണ്ടായിരുന്നില്ല. ദേ നീഡ് ടു ഗിവ് സം പെർമിഷൻ. ആ പെർമിഷനാണ് 1793 ആക്ട് പ്രകാരം കൊടുത്ത മോണോപോളി ഇല്ലാതാക്കുക എന്നുള്ളത്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, 1800ന്റെ ബിഗിനിങ്ങിൽ, അതായത് 1806 ആൻഡ് 1807 എന്ന് പറയുന്നതാണ് ശരി, നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിൽ വരുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം യൂറോപ്യൻ പവേഴ്സിന്റെ മേൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തു. ട്രേഡ് നടത്താനുള്ള പവറും ട്രേഡ് നടത്താനുള്ള അധികാരവും ഒക്കെ ഒരുപാട് എടുത്തു കളഞ്ഞു. അപ്പോൾ അവിടെയുള്ള ട്രേഡേഴ്സിന് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തണമായിരുന്നു. ആൻഡ് ഇന്ത്യയുടെ ട്രേഡ് നടത്താൻ വേണ്ടി നിലവിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമായിരുന്നു എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഉണ്ടായിരുന്നത്. പുതിയ മാർക്കറ്റുകൾ വേണമെങ്കിൽ അവരുടെ കയ്യിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യയാണ്. അതിനുവേണ്ടി അവരുടെ ട്രേഡ് റൈറ്റ്സ് ബാക്കിയുള്ള ട്രേഡേഴ്സിനും കൂടി പാർട്ടിസിപ്പേഷൻ കൊടുക്കാൻ വേണ്ടി തന്നെ ഒരു ആക്ട് പാസ്സാക്കുന്നു. ആക്ട് ആണ് 1813 ചാർട്ടർ ആക്ട്. അതായത് 1813 ആകുമ്പോൾ 20 വർഷത്തെ ടൈം പീരീഡ് കഴിഞ്ഞു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബ്രിട്ടീഷ് മോണോപോളി അനുവദിച്ചിരുന്നത്
1893 തൊട്ട് 20 വർഷത്തേക്കാണ്. സോ 1813 ആക്ടിലെ ഏറ്റവും ആദ്യത്തെ പ്രൊവിഷൻ നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഇറ്റ് അബോളിഷ്ഡ് ബ്രിട്ടീഷ് മോണോപോളി, ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് മോണോപോളി ഇൻ ഇന്ത്യ. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രം ഇനി ട്രേഡ് ചെയ്യേണ്ട, ബാക്കിയുള്ള യൂറോപ്യൻ പവേഴ്സിനും ഇന്ത്യയിൽ വന്ന് ട്രേഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അവർക്കും ട്രേഡ് ചെയ്യാം. ഈവൻ ദോ മൊത്തം മോണോപോളി അബോളിഷ് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. 2 കാര്യങ്ങളിൽ മാത്രം മോണോപോളി ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ഒന്നാമത്തെ കാര്യം ടീ ട്രേഡ് ആണ്. ടീ, ചായപ്പൊടി, ടീയുടെ ട്രേഡിനകത്ത് മോണോപോളി ഇനിയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെയായിരിക്കും. രണ്ടാമത്തെ കാര്യം ട്രേഡ് വിത്ത് ചൈന, ചൈനയായിട്ടുള്ള ട്രേഡ് നടത്താനുള്ള മോണോപോളിയും കംപ്ലീറ്റ് ആയിട്ട് ഇനിയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരിക്കും. ബാക്കി ഉണ്ടായിരുന്ന എല്ലാ മോണോപോളിയും ഇതോടുകൂടി അവസാനിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് മറ്റ് ഇംഗ്ലീഷ് ട്രേഡേഴ്സിനും ഇന്ത്യയിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് 1813 ആക്ട് പ്രകാരം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പ്രൊവിഷൻ. സോ ഇറ്റ് അബോളിഷ്ഡ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് മോണോപോളി ഇൻ ഇന്ത്യ. രണ്ടാമത്തെ പ്രൊവിഷൻ ഇറ്റ് അസർട്ടഡ് സോവറിറ്റി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ. ബ്രിട്ടീഷ് ക്രൗണിന് ഇന്ത്യയിൽ പരമാധികാരമുണ്ട്, ഇന്ത്യയുടെ ഹെഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്രൗൺ ആണ് എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് സോവറിറ്റി, ബ്രിട്ടീഷിന്റെ പരമാധികാരം ഈ ആക്ട് പ്രകാരം ഊട്ടിയുറപ്പിച്ചു. മൂന്നാമത്തെ പ്രൊവിഷൻ ക്രിസ്ത്യൻ മിഷണറീസിന് ഇന്ത്യയിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം, ഇന്ത്യയിൽ വന്ന് ക്രിസ്ത്യൻ മിഷണറീസിന് ആക്ട് ചെയ്യാം, അവർക്ക് ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രൊവിഷൻ കൂടി ഈ ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. നാലാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യൻസിന്റെ എഡ്യൂക്കേഷന് വേണ്ടി ഇന്ത്യയിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു എമൗണ്ട് നീക്കിയിരുത്തി എന്ന് പറയാം. സോ ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദി സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് ശരി. സോ സ്പ്രെഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യൻസിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഈ ആക്ട് പ്രകാരം ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ലോക്കൽ ഗവൺമെന്റ്സിന് ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. ലോക്കൽ ഗവൺമെന്റ്സ് എന്ന് പറയുമ്പോൾ പ്രസിഡൻസീസ് ഉണ്ട്, അതുകൂടാതെ ലോക്കൽ പ്രൊവിൻസുകളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അവരുടേതായ ടാക്സ് ഇമ്പോസ് ചെയ്യാം. അതേപോലെ ഇൻ കേസ് ടാക്സ് പേ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാനുള്ള അധികാരവും ഈ ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 1813 ആക്ട് ആണ് നമ്മൾ പറയുന്നത്, ചാർട്ടർ ആക്ട് ഓഫ് 1813. ഓക്കെ, ചാർട്ടർ ആക്ട് ഓഫ് 1813 5 ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ പ്രൊവിഷൻ ട്രേഡ് മോണോപോളി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപോളി ഇന്ത്യയിൽ അവസാനിക്കുന്നു. ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നത് 2 കാര്യങ്ങളിൽ മാത്രമാണ്, ടീ ട്രേഡിലും ട്രേഡ് വിത്ത് ചൈനയിലും. ഓക്കെ, ദെൻ രണ്ടാമത്തെ പ്രൊവിഷൻ ബ്രിട്ടീഷ് ക്രൗണിനെ ഇന്ത്യൻ എംപയർ ആയിട്ട്, അതായത് ഈ ബ്രിട്ടീഷ് ക്രൗണിനെ ഇന്ത്യയിൽ സോവറിൻ ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. മൂന്നാമത്തെ പ്രൊവിഷൻ ക്രിസ്ത്യൻ മിഷണറീസിന് ഇന്ത്യയിൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാം, ഇന്ത്യൻസിനെ ഡെവലപ്പ് ചെയ്യിപ്പിക്കാം, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു അജണ്ട അതിനകത്തുണ്ട്. സോ ആ രീതിയിലുള്ള ഒരു പ്രൊവിഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതിനു വേണ്ടി ഒരു എമൗണ്ട് നീക്കിയിരുത്തുന്നു. ആൻഡ് ഫൈനലി ലോക്കൽ ഗവൺമെന്റ്സിനും ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയുമാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 ഇൻക്ലൂഡ് ചെയ്തത്. 1813 കഴിയുന്നതോടുകൂടി, അതായത് 1813 ശേഷമാണ് നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് കാണുന്നത്, ഒരുപാട് റിഫോമേഴ്സ് വരുന്നത്, എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്നത്. ലൈക്ക് രാജാ റാം മോഹൻ റോയിയെ പോലെ അല്ലെങ്കിൽ ഹെൻറി വിവിയൻ ദൊരോസിയെ പോലെ ഒരുപാട് റിഫോമേഴ്സ് ഇന്ത്യയിൽ എമർജ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ്, ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രഹ്മ സമാജ്, ആര്യ സമാജ്, പ്രാർത്ഥന സമാജ്, അങ്ങനെയുള്ള ഒരുപാട് ഓർഗനൈസേഷൻസും ഒരുപാട് റിലീജിയസ് റിഫോമേഴ്സും അല്ലെങ്കിൽ സോഷ്യോ റിലീജിയസ് ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്ന ടൈം പീരീഡ് ആണ് 1813 ശേഷമുള്ള ടൈം പീരീഡ്. സോ ഈ ടൈം പീരീഡിൽ 1833 ആകുമ്പോൾ വീണ്ടും 20 വർഷത്തെ ടൈം പീരീഡ്, ഈ ഓരോ 20 വർഷം കൂടുമ്പോഴാണ് ചാർട്ടർ ആക്ട് പാസ്സാക്കുന്നത്. 1813 ആക്ട് പാസ്സാക്കി, ഇനി 20 വർഷം കഴിയുമ്പോൾ അടുത്ത ആക്ട് വരും. അതിനു മുമ്പായിട്ട് ഓർക്കുക, 1829 സതി അബോളിഷ് ചെയ്യുന്നത്. സതി അബോളിഷ് ചെയ്തത് അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് ആണ്. ഓക്കെ, ദെൻ ചാർട്ടർ ആക്ട് ഓഫ് 1833. അടുത്ത ആക്ട് നമ്മൾ പറയാൻ പോകുന്നത് 1833 ചാർട്ടർ ആക്ടിനെ പറ്റിയാണ്. സോ ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം, അതായത്
3 പ്രൊവിൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് തൊട്ട് നമ്മൾ തുടങ്ങിയതാണ്. 3 പ്രൊവിൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ 3 പ്രൊവിൻസസിന്റെയും കൺട്രോൾ മൊത്തമായിട്ട് ഒരു സെൻട്രൽ പ്രൊവിൻസിലേക്ക് മാറുന്നു. ആ സെൻട്രൽ പ്രൊവിൻസ് എന്ന് പറയുന്നത് അന്ന് കാൽക്കട്ടയായിരുന്നു, അല്ലെങ്കിൽ ബംഗാളായിരുന്നു. സോ ഈ വൈസ്രോയ് അല്ല, ഗവർണർ ജനറലിന്റെ കീഴിലേക്ക് പവർ എല്ലാം മാറുന്നതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഈ സെൻട്രലൈസേഷന്റെ അവസാനത്തെ സ്റ്റെപ്പാണ് 1833 ചാർട്ടർ ആക്ട്. സെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇടത്തായിട്ട് പവർ നിൽക്കാതെ, അതായത് ഓരോ പ്രൊവിൻസിനും അവരവരുടേതായ പവർ ആയിരുന്നു ആദ്യം ഇനീഷ്യലി ഉണ്ടായിരുന്നത്. കാര്യങ്ങളെല്ലാം പ്രൊവിൻസിന് തന്നെ തീരുമാനിക്കാമായിരുന്നു. ആ പവറുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നു. അതായത് ഈ പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഗവർണർ ജനറൽക്കാണ്. ഗവർണർ ജനറൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം മാറുന്നു. ഇതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സെൻട്രലൈസേഷന്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1833 ചാർട്ടർ ആക്ട് ആണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ നമ്മളിവിടെ കണ്ടത്, ഇപ്പോഴും ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ്. ബംഗാൾ എന്ന് പറയുന്നത് ഫോർട്ട് വില്യമിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഗവർണർ ജനറൽ ഓഫ് ഫോർട്ട് വില്യം എന്ന് പറയാം. ഓക്കെ, ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ഫോർട്ട് വില്യമിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി മാറ്റും. ഓക്കെ, സോ ഹു ഇസ് ദി ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ലോർഡ് വില്യം ബെൻഡിക്. വില്യം ബെൻഡിക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ, ഇന്ത്യയിലെ ആദ്യത്തെ. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടിരുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഗവർണർ ജനറൽ വരുന്നു, അത് വില്യം ബെൻഡിക് ആണ്. സോ ഇപ്പൊ നിങ്ങൾ ഓർക്കുക, ഇന്ത്യ മൊത്തം ഒറ്റ പ്രൊവിൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആക്ട് കൂടിയാണിത്. അത് പ്രകാരം ഒരു സെൻട്രലൈസേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് പവറും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡിയുടെ കീഴിലേക്ക് വരുന്നു. സോ അതിനെ ഹെഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിവിജ്വൽ, അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇന്ത്യയിലെ എൻറ്റയർ മിലിറ്ററി, സിവിൽ, റവന്യൂ അഡ്മിനിസ്ട്രേഷനുള്ള അധികാരം മൊത്തമായിട്ടും ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കീഴിലേക്ക് മാറുന്നു. ഓക്കെ, ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ, എൻറ്റയർ ബ്രിട്ടീഷ് പൊസഷൻസിന്റെയും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇനി ഈ ഹെഡ് ആയിരിക്കും. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, ഇതുവരെ ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസിക്ക് അവർക്ക് ലോ മേക്ക് ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നു. അതായത് അവിടെ ഒരു ലെജിസ്ലേച്ചർ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബോഡിയാണ് വരുന്നത്. ഒന്നാമത്തത് എക്സിക്യൂട്ടീവ്, കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആൾ. രണ്ടാമത്തെ ബോഡി ലെജിസ്ലേച്ചർ, നിയമം എഴുതുന്ന ആൾക്കാർ. മൂന്നാമത്തെ ബോഡി ജുഡീഷ്യറി, ഈ എഴുതിയ നിയമങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ലെജിസ്ലേച്ചർ, നിയമം എഴുതാനുള്ള അധികാരം ഇതുവരെ എല്ലാ പ്രസിഡൻസിക്കും ഉണ്ടായിരുന്നു, എല്ലാ മേജർ പ്രസിഡൻസിക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ബംഗാൾ പ്രസിഡൻസി, ദെൻ മദ്രാസ് പ്രസിഡൻസി, ബോംബെ പ്രസിഡൻസി, ഇവർക്ക് 3 പേർക്കും ലെജിസ്ലേച്ചർ ഉണ്ടായിരുന്നു. ആ ലെജിസ്ലേച്ചർ ഇതോടുകൂടി ഇല്ലാതാവും. ഇനി സെൻട്രലി ആയിരിക്കും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ മാത്രമാണ് ലെജിസ്ലേച്ചർ ഉള്ളത്. സെൻട്രൽ ലെജിസ്ലേച്ചർ ആയിരിക്കും, അല്ലാതെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സ് ഇനി അങ്ങോട്ടേക്കില്ല. ഓക്കെ, മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസും എൻഡ് ചെയ്യപ്പെടുന്നു. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, മോണോപോളി ഉണ്ടായിരുന്ന 2 കാര്യങ്ങൾ കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഒന്ന് ടീ ട്രേഡ് ആയിരുന്നു, 2 ട്രേഡ് വിത്ത് ചൈന ആയിരുന്നു. ഈ 2 കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസും ഇതോടുകൂടി ഇല്ലാതാവുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇനി അങ്ങോട്ടേക്ക് ഒരു കൊമേഴ്ഷ്യൽ ബോഡി അല്ല, ഇനി അങ്ങോട്ടേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ടായിരിക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് ചെയ്യുന്നതെന്ന് ഈ ആക്ട് ക്ലിയർ ആയിട്ട് പറയുന്നു. ലാസ്റ്റ് പ്രൊവിഷൻ, ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം ഈ ആക്ടിലുണ്ടായിരുന്നു, ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എഴുതാൻ വേണ്ടി ഇന്ത്യൻസിനെ കൂടി അലോ ചെയ്യുക. അങ്ങനെ ഒരു പ്രൊവിഷൻ ഈ ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും വലിയ ബോഡി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഇപ്പോഴും ആരാന്ന് ആലോചിക്കുക. ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഒപ്പോസിഷൻ കാരണം ഈ പറയുന്ന തീരുമാനം നടപ്പിലായില്ല. ഓക്കെ, സോ 4 മേജർ പ്രൊവിഷൻസ് ആണ് 1833 ആക്ടിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തെ പ്രൊവിഷൻ, ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി മാറ്റുന്നു. ഇത്ര ഓർത്താൽ മതി.
ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി മാറ്റും. രണ്ടാമത്തെ പ്രൊവിഷൻ ലെജിസ്ലേച്ചർ, അതായത് പ്രൊവിൻസുകളിലെ 2 മേജർ പ്രൊവിൻസുകൾ ഓർക്കുക, ബോംബെയും മദ്രാസും. ഇവിടെ രണ്ടിടത്തും ഉണ്ടായിരുന്ന ലെജിസ്ലേച്ചറിനെ ഇല്ലാതാക്കുന്നു. ഇനി അവർക്ക് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഇല്ല. മൂന്നാമത്തെ പ്രൊവിഷൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം പൂർണ്ണമായിട്ട് നിർത്തലാക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് പ്രൊവിഷൻ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ, സിവിൽ സർവീസസിലേക്ക് ഓപ്പൺ കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഒപ്പോസ് ചെയ്തുകൊണ്ട് നടന്നില്ല. 1833 ആക്ട്. മൂവിങ് ഓൺ, ലാസ്റ്റ് ആക്ട് കമ്പനിയുടെ കീഴിൽ, കമ്പനി ലോയുടെ കീഴിൽ, കമ്പനി റൂളിന്റെ കീഴിലുള്ള അവസാനത്തെ ആക്ടാണ് 1853 ചാർട്ടർ ആക്ട്. 1853 ചാർട്ടർ ആക്ട് പ്രകാരം ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രൊവിഷൻ, ആദ്യമായിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസിനെയും ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വൈസ്രോയി അല്ല, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇപ്പോഴും ഹെഡ് എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ തന്നെയാണ് ലോയും എഴുതിയിരുന്നത്, നിയമവും തയ്യാറാക്കുന്ന അതേ ബോഡി തന്നെയായിരുന്നു. പക്ഷേ ഫോർ ദി ഫസ്റ്റ് ടൈം ആ ലോ മേക്കിംഗ് ബോഡിയെ സെപ്പറേറ്റ് ചെയ്യുന്നു, പുതുതായിട്ടൊരു ബോഡി ക്രിയേറ്റ് ചെയ്യുന്നു നിയമം എഴുതാൻ വേണ്ടി. ഇതിനെയാണ് ഗവർണർ ജനറലിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബ്രിട്ടനിലെ മിനി പാർലമെന്റ് പോലെ തന്നെയാണ് ആക്ട് ചെയ്തിരുന്നത്. മിനി പാർലമെന്റ് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയാണ്. ഓക്കെ, അതേ രീതിയിലാണ് ഈ ബോഡിയും ആക്ട് ചെയ്തിരുന്നത്. ഓർക്കുക, ആദ്യമായിട്ടൊരു സെൻട്രൽ ലെജിസ്ലേച്ചർ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. 1853 ആക്ട് പ്രകാരം ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഓർക്കേണ്ടത് സെൻട്രൽ ലെജിസ്ലേച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ കഴിഞ്ഞ ആക്ട് കണ്ടതാണ്, ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഒപ്പോസ് ചെയ്തുകൊണ്ട് നടന്നില്ല. പക്ഷേ ഈ ആക്ട് പ്രകാരം ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഇന്ത്യൻസിനും സിവിൽ സർവീസസിൽ പങ്കെടുക്കാം, സിവിൽ സർവീസസ് എക്സാം എഴുതാം എന്നുള്ളത് ഈ ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഇന്ത്യയിലേക്ക് വരുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് മക്കാളെ കമ്മിറ്റി. നമ്മൾ പറയാറുണ്ട് പലപ്പോഴും മക്കാളയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ മക്കാളെ കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 1854 ഈ ആക്ട് പ്രകാരമാണ്, ചാർട്ടർ ആക്ട് ഓഫ് 1853. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ റൂൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഇതിനകത്തുണ്ടായിരുന്നു. ഇതുവരെ ഏത് ആക്ട് എടുത്താലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ റൂൾ കണ്ടിന്യൂ ചെയ്യാം അടുത്ത 20 വർഷത്തേക്ക്. വീണ്ടും അടുത്ത 20 വർഷത്തേക്ക് എന്ന് പറയുന്ന ഒരു ടൈം ലിമിറ്റ് കൂടി ബ്രിട്ടീഷ് ക്രൗൺ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ആക്ട് പ്രകാരം ഒരു ടൈം ലിമിറ്റ് അവിടെ ഇല്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ റൂൾ കണ്ടിന്യൂ ചെയ്യാം എന്ന് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. എത്ര നാളത്തേക്കെന്ന് ഈ ആക്ടിൽ പറഞ്ഞിരുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഏത് നിമിഷം വേണമെങ്കിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറത്താകാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ അഫയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും എന്ന് ഈ ആക്ടിൽ പറയാതെ പറഞ്ഞു എന്ന് പറയാം. ഓക്കെ, ലാസ്റ്റ്, ഇറ്റ് ഇൻട്രൊഡ്യൂസ് ഫോർ ദി ഫസ്റ്റ് ടൈം ലോക്കൽ റെപ്രസെന്റേഷൻ. അതായത് നമ്മുടെ ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 6 മെമ്പേഴ്സ് ആണ് ഉള്ളതെങ്കിൽ അതിനകത്ത് 3 പേരെയും let me repeat it. നമ്മുടെ ഗവർണർ ജനറലിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പേഴ്സിൽ 6 പേര് പ്രൊവിൻസിൽ നിന്നും സെലക്ട് ചെയ്ത് വിടുന്നവരായിരിക്കണം എന്നാണ് ഈ പ്രൊവിഷൻ വെച്ച് പറഞ്ഞിരുന്നത്. അതായത് ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ മെമ്പേഴ്സിൽ 6 പേർ റെസ്പെക്റ്റഡ് പ്രൊവിൻസുകളിൽ നിന്നും അവരായിട്ട് സെലക്ട് ചെയ്ത് വിടുന്നതായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ബോംബെയിൽ നിന്നൊരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാവണം, അല്ലെങ്കിൽ മദ്രാസിൽ നിന്നൊരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാവണം. അങ്ങനെ 6 പ്രൊവിൻസസിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരിക്കണം എന്നാണ് ഈ ആക്ടിലെ അവസാനത്തെ പ്രൊവിഷൻ പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ബ്രീഫ് ചെയ്യാം. ചാർട്ടർ ആക്ട് ഓഫ് 1853 കമ്പനി റൂളിന്റെ കീഴിൽ വന്നിട്ടുള്ള അവസാനത്തെ ആക്ട് ആണ്. ഈ ആക്ടിനകത്ത് ഓർക്കേണ്ടത് ഒന്നാമത്തെ പ്രൊവിഷൻ, ഗവർണർ ജനറലിന്റെ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ആദ്യമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രൊവിഷൻ ഓപ്പൺ കോമ്പറ്റീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ പ്രൊവിഷൻ കമ്പനി റൂൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷനാണ്, എത്ര നാളത്തേക്കെന്ന് പറഞ്ഞിട്ടില്ല. നാലാമത്തെ പ്രൊവിഷൻ ലോക്കൽ റെപ്രസെന്റേഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ലോക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്
ലോക്കൽ റെപ്രസെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊവിൻസസിൽ നിന്നും മെമ്പേഴ്സ് ഗവർണർ ജനറലിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലും മെമ്പേഴ്സ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ്. ഓക്കെ, അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ആക്ട് പ്രകാരമാണ്. സോ നമ്മൾ ആദ്യത്തെ ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 1773 ആക്ട് പ്രകാരമാണ്. ഓക്കെ, ആക്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, റെഗുലേറ്റിംഗ് ആക്ട്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 1853 ചാർട്ടർ ആക്ടാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. സെഷൻ ഇന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ ആക്ട്സും വൈൻഡപ്പ് ചെയ്യണം, എന്നാലേ 20 ഡേയ്സിനുള്ളിൽ നമ്മുടെ പ്ലാൻ പ്രകാരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുള്ളൂ. സോ വിത്തൗട്ട് ഫർദർ ഡിലേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. 1857 ഒരു മേജർ ഇവന്റ് നടന്നു. ഹിസ്റ്റോറിയൻസ് അതിനെ വിളിച്ചത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള പേര് കൊടുത്തത് VD സവർക്കറാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ സിപ്പോയ് മ്യൂട്ടിനി. ഝാൻസി റാണിയും താന്തിയ തോപ്പിയൊക്കെ മുന്നിട്ട് ഇറങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മൂവ്മെന്റ്. ഈ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിയുമ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിനും ബ്രിട്ടീഷ് ഗവൺമെന്റിനും മനസ്സിലായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് 1853 ആക്ടാണ്. അതിനുശേഷം 1857 ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി സിപ്പോയ് മ്യൂട്ടിനി നടക്കുന്നു. സിപ്പോയ് മ്യൂട്ടിനി നടക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും ഇനി അങ്ങോട്ടേക്ക് ഒരു കാരണവശാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേണ്ട എന്ന് ഈ ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള കൺട്രോള് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കുന്നു. സോ ക്രൗണിന് വേണ്ടി അദ്ദേഹത്തിന്റെ സബ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ് പിന്നീട് അങ്ങോട്ടേക്ക് ഇന്ത്യ റൂൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ടൈം പീരീഡിനെ വൈസ്രോയ് എന്ന് പറയുന്ന പട്ടത്തോടു കൂടി അറിയപ്പെടുന്നത്. വൈസ്രോയ് മീൻസ് വൈസ് ടു ക്രൗൺ. ഓക്കെ, വൈസ് ടു ക്രൗൺ. അങ്ങനെ ആദ്യത്തെ വൈസ്രോയ് ആവുന്നത് ലോർഡ് കാനിങ് ആണ്. കാനിങ് 1858 ആക്ട് പാസ്സാക്കുന്നതോടുകൂടി വൈസ്രോയ് ആണ് മാറുന്നത്. ഓക്കെ, 1858 തൊട്ട് 57 ശേഷം അടുത്ത ആക്ട് പാസ്സാക്കുന്ന ഈ ടൈം പീരീഡ് തൊട്ട് 1947 വരെ വരുന്ന ടൈം പീരീഡിനെയാണ് നമ്മൾ ക്രൗൺസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്രൗൺ ഡയറക്റ്റ് ആയിട്ട് ഭരണം ഏറ്റെടുക്കുന്നു, ക്രൗണിന്റെ റൂൾ ആരംഭിക്കുന്നു. സോ നമ്മൾ ആദ്യത്തെ ആക്ട് നോക്കാം. ആദ്യത്തെ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം പറഞ്ഞു, സിപ്പോയ് മ്യൂട്ടിനിയാണ്. ഇത് കഴിയുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വഴി എന്ത് ചേഞ്ച് ആവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മാറിയിട്ട് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, പ്രൊവിഷൻസ്. ഒന്നാമത്തെ പ്രൊവിഷൻ, ഇന്ത്യ വിൽ ബി റൂൾഡ് ബൈ or ruled on behalf of Her Majesty. അതായത് ഇനി അങ്ങോട്ടേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്യപ്പെടുന്നു. ഇനി അങ്ങോട്ടേക്ക് ഇന്ത്യ റൂൾ ചെയ്യുന്നത് മജസ്റ്റിക്ക് വേണ്ടിയാണ്. അതായത് ക്രൗണിന് വേണ്ടിയായിരിക്കും. അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള വൈസ്രോയി ആയിരിക്കും റൂൾ ചെയ്യുന്നത്. അങ്ങനെ ലോർഡ് കാനിങ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയി മാറുന്നു. രണ്ടാമത്തെ പ്രൊവിഷൻ, സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് അബോളിഷ് ചെയ്യുന്നു. ഡബിൾ ഗവൺമെന്റ് എന്താണെന്നൊന്ന് പറയാമോ? ഡബിൾ ഗവൺമെന്റ് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു നിർത്തിയതാണ്. 1773 ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റം. ഡബിൾ ഗവൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഗവൺമെന്റ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അകത്ത് രണ്ട് ഗവൺമെന്റ്. ഒന്നാമത്തത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന ബോഡിയാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ബോർഡ് ഓഫ് കൺട്രോൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയേ ഇല്ല, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് ബോഡിയും ഇതോടുകൂടി ഇല്ലാതാവുന്നു. ഡബിൾ ഗവൺമെന്റ് അബോളിഷ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഒരു പുതിയ ഓഫീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പുതിയ ഓഫീസാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഓഫീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിനായിരിക്കും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെ കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവുക. ഓക്കെ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് പാർലമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കും. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള വ്യക്തിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. നാലാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി 15 പേരടങ്ങിയ ഒരു കൗൺസിൽ ഉണ്ടാവും. ഇതുകൂടി ചേർത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇൻ കൗൺസിൽ എന്നായിരിക്കും അറിയപ്പെടുക. ഓക്കെ,
നാലാമത്തെ പോയിന്റ് പറഞ്ഞത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു മൂന്നാമത്തെ പോയിന്റിൽ തന്നെ. ദെൻ അത് ക്രിയേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബോഡി, ഒരു കൗൺസിൽ, ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് ഒരു കൗൺസിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ കൗൺസിലിൽ 15 പേരായിരിക്കും മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടാവുക. അവരുടെ അഡ്വൈസ് പ്രകാരമായിരിക്കും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആക്ട് ചെയ്യുക. ഓക്കെ. അഞ്ചാമത്തെ പ്രൊവിഷൻ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇൻ കൗൺസിൽ എന്ന് പറയുന്ന ആ ഒരു ബോഡി, അതിനെ ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും അദ്ദേഹത്തിന്റെ കൗൺസിലും കൂടിയിട്ടുള്ള ഈ ബോഡിയെ ഇന്ത്യയിലോ ബ്രിട്ടനിലോ വെച്ച് സ്യൂ ചെയ്യാം, അവർക്കെതിരെ കേസ് കൊടുക്കാം, അതേപോലെ അവർക്കും കേസ് കൊടുക്കാം. അതായത് ഇന്ന് ഇന്ത്യയിൽ ഒരു കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ കമ്പനിയുടെ അതേ പ്രൊവിഷൻ ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ടാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും അദ്ദേഹത്തിന്റെ കൗൺസിലും കൂടി ഓപ്പറേറ്റ് ചെയ്യുക. ലാസ്റ്റ് പ്രൊവിഷൻ, 5 പ്രൊവിഷൻ, ഇത്രയും പ്രൊവിഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് സമറൈസ് ചെയ്യാം. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, ഹെർ മാജസ്റ്റിയുടെ കീഴിലേക്ക് ഇന്ത്യ മാറുന്നു. അതായത് വൈസ്രോയി ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് ഇന്ത്യ റൂൾ ചെയ്യുക. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ ഡബിൾ ഗവൺമെന്റ് എന്ന് പറയുന്ന സിസ്റ്റം ഇല്ലാതാവുന്നു. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയുള്ള പ്രൊവിഷൻ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നാലാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബോഡി, അതിനെയാണ് 15 മെമ്പർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ഒരു കൗൺസിൽ ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും അദ്ദേഹത്തിന്റെ കൗൺസിലും ചേർന്നിട്ട് ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. ഈ ബോഡി കോർപ്പറേറ്റിനെ ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും സ്യൂ ചെയ്യപ്പെടാം. ഓക്കെ, അതേപോലെ അവർക്കും സ്യൂ ചെയ്യാം. മീൻസ് കേസ് കൊടുത്ത് കാര്യങ്ങൾ അവരെന്തെങ്കിലും തെറ്റായി ചെയ്യുകയാണെങ്കിൽ അവർ റെസ്പോൺസിബിൾ ആയിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, ഇത്രയുമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പറ്റി പറയാനുള്ളത്. 1858 കഴിയുമ്പോൾ ബ്രിട്ടൻ റിയലൈസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഇനി അങ്ങോട്ടേക്ക് ഇന്ത്യ റൂൾ ചെയ്യണമെങ്കിൽ ഇന്ത്യൻസിന്റെ സപ്പോർട്ട് കിട്ടിയാലേ പറ്റൂ. ബിക്കോസ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഓൾറെഡി ഇന്ത്യൻസിന് അവൈലബിൾ ആണ്. ഇന്ത്യൻ പഠിച്ച് ഒരു നോളജബിൾ ആയിട്ടുള്ള ഒരുപാട് ഇന്ത്യക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. ലൈക്ക് ദാദാഭായ് നവറോജിയെ പോലെ ഒരുപാട് പേർ മുന്നോട്ട് വരുന്നുണ്ട്. അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ബ്രിട്ടനിലെ റൂളും ഇന്ത്യയിലെ റൂളും ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇന്ത്യയിൽ കിട്ടുന്നത് അൺബ്രിട്ടീഷ് ആയിട്ടുള്ള റൂൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ദാദാഭായ് നവറോജി തന്നെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. സോ അത്തരത്തിലുള്ള ഒരു റിയലൈസ്ഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അല്ലെങ്കിൽ എൻലൈറ്റൻഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി എമർജ് ചെയ്യുന്നു. സോ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യൻസിന്റെ പ്രാതിനിധ്യം, ഇന്ത്യൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് കൊടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ഒരു റിയലൈസേഷൻ കൊണ്ടാണ് തുടർന്ന് 3 ഇമ്പോർട്ടന്റ് ആക്ടുകൾ പാസ്സാക്കുന്നത്. ഈ 3 ആക്ടുകളും ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ആക്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. പിന്നീട് 1892 ഒരു ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം 1909 മിന്റോ മോർലി റിഫോംസ് ആക്ട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഓരോന്നായിട്ട് വേഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം, അധികം ടൈം എടുക്കാതെ. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. 1861 കൗൺസിൽസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന എയിം ആയിട്ട് മുന്നോട്ട് വെച്ചത്. സോ വൈസ്രോയിക്ക് അദ്ദേഹത്തിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 3 ഇന്ത്യൻ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്രൊവിഷൻ. അതായത് ഇന്ത്യൻസ് വരുന്നതാണ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 3 ഇന്ത്യക്കാരെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുവഴി 3 പേർ വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, റിപ്പീറ്റ് ചെയ്യുന്നു, എക്സിക്യൂട്ടീവ് കൗൺസിൽ അല്ല, ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് 3 ഇന്ത്യക്കാർ വരുന്നു. ആ 3 പേരാണ്, ഒന്നാമത്തെ ആൾ രാജ ഓഫ് ബനാറസ്, രണ്ടാമത്തത് മഹാരാജ ഓഫ് പട്ടിയാല, മൂന്നാമത്തത് സർ ദിൻകർ റാവു. രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പട്ടിയാല, സർ ദിൻകർ റാവു. ഈ 3 പേരെ ഇന്ത്യൻ മെമ്പേഴ്സ് ആയിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു. ഇവർ 3 പേരും ലോയൽ ടു ബ്രിട്ടീഷ് ആണ്, അതുകൊണ്ടാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ മുമ്പ് നമ്മൾ കണ്ടതാണ്. 1833 ആക്ട് പ്രകാരം ലെജിസ്ലേറ്റീവ് പവേഴ്സ് എടുത്തു കളഞ്ഞായിരുന്നു പ്രൊവിൻസസിന്റെ. ആ എടുത്തു കളഞ്ഞ ലെജിസ്ലേറ്റീവ് പവേഴ്സ് റീസ്റ്റോർ ചെയ്യുന്നു. അതായത് പ്രൊവിൻസസിന് ഇനി ലോ മേക്ക് ചെയ്യാം, നിയമം എഴുതാനുള്ള അവകാശം പ്രൊവിൻസസിനും കൂടി വിട്ടുകൊടുക്കുന്നു. സോ ഡീസെൻട്രലൈസേഷൻ ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞത് സെൻട്രലൈസേഷൻ ആയിരുന്നു, എല്ലാ പവറും സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ സെൻട്രലിലേക്ക് മാറുന്നു. അത് മാറിയിട്ട് ഡീസെൻട്രലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇവിടെ.
അതായത് പ്രൊവിൻസസിന് തീരുമാനങ്ങൾ എടുക്കാം, പ്രൊവിൻസസിന് അവരുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, അതിനുവേണ്ടി പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ബംഗാളിൽ, പഞ്ചാബിലും വെസ്റ്റേൺ പ്രൊവിൻസസിലും. സോ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. സോ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഈ ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്തു എന്ന് ഓർക്കുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഈ ആക്ടിലുള്ളത്, പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് പോർട്ട്ഫോളിയോ സിസ്റ്റം? നമ്മളിപ്പോൾ നോക്കിയാൽ കാണാം, മിനിസ്റ്റേഴ്സ് അവർക്ക് അവരുടേതായ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഇതെല്ലാം ഓരോ പോർട്ട്ഫോളിയോ ആണ്. അത്തരത്തിലുള്ള സിസ്റ്റം ഓരോരുത്തർക്കും ഓരോന്നിന്റെ ചാർജ് കൊടുക്കുന്ന, ഓരോ ഏരിയയുടെ ചാർജ് കൊടുക്കുന്ന സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരമാണ്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, വൈസ്രോയ്ക്ക് ഓർഡിനൻസ് മേക്കിംഗ് പവർ കൂടി കൊടുക്കുന്നു. ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെഷനിലില്ല, കൗൺസില് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോ മേക്ക് ചെയ്യാൻ വേണ്ടി ലെജിസ്ലേച്ചർ സെഷനിലില്ലെങ്കിൽ എമർജൻസീസ് വരുവാണെങ്കിൽ വൈസ്രോയ്ക്ക് സ്വന്തമായിട്ട് ലെജിസ്ലേച്ചർ നിയമം എഴുതാം എന്നുള്ള പ്രൊവിഷനാണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറയുന്നത്. ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പ്രൊവിഷനാണിത്. ഇന്ന് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉണ്ട്, ആർട്ടിക്കിൾ 123 പ്രകാരം. അത് തന്നെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് റെപ്രസെന്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 3 ഇന്ത്യൻ മെമ്പേഴ്സിനെ ലെജിസ്ലേച്ചറിലേക്ക് ആഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ, ഡീസെൻട്രലൈസേഷൻ നമുക്ക് കാണാൻ പറ്റും, പ്രൊവിൻസസിന് ലെജിസ്ലേറ്റീവ് പവേഴ്സ് കൂടുതലായിട്ട് കൊടുക്കുന്നു. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ, ലെജിസ്ലേച്ചർ 3 പുതിയ ലെജിസ്ലേച്ചേഴ്സ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മീൻസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി കൗൺസിലുകൾ 3 ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇറലവൻ്റ് ആണ്, അവിടെ കിടന്നോട്ടെ. നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ, പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അഞ്ചാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ, ഓർഡിനൻസ് മേക്കിംഗ് പവർ വൈസ്രോയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, രണ്ടാമത്തെ കൗൺസിൽസ് ആക്ട് പാസ്സാക്കുന്നത് 1892 1892 കൗൺസിൽസ് ആക്ട് പ്രകാരം ഉള്ള ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് നോക്കിയിട്ട് നമ്മൾ നേരെ പോകുന്നു. ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്, അതായത് നമ്മൾ നേരത്തെ ഇന്ത്യക്കാരെ ആഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇന്ത്യക്കാരെയാണ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ സെൻട്രൽ ലെജിസ്ലേച്ചർ ആഡ് ചെയ്തു. മീൻസ് ഓൾറെഡി ഉള്ള നമ്പറിൽ കൂടുതൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം എന്നുള്ളൊരു പ്രൊവിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് കൂടുതൽ ഇന്ത്യക്കാരെ ലെജിസ്ലേച്ചറിലേക്ക് ആഡ് ചെയ്യും. സെൻട്രലായാലും പ്രൊവിൻസിലായാലും ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ ഇന്ത്യക്കാരെ അപ്പോയിന്റ് ചെയ്യാം. പക്ഷേ ഒഫീഷ്യൽ മെജോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഒഫീഷ്യൽ മെജോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് മെജോറിറ്റി ഉണ്ടാവണം ഇന്ത്യക്കാരെ ആഡ് ചെയ്യാം. ദാറ്റ് മീൻസ് 10 പോസ്റ്റുകളാണ് ഉള്ളതെങ്കിൽ, ലെജിസ്ലേച്ചറിലെ ടോട്ടൽ മെമ്പേഴ്സിന്റെ എണ്ണം 10 ആണെങ്കിൽ 4 പേരെ വരെ ഇന്ത്യക്കാരാകാം, ബാക്കി 6 പേരെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആയിരിക്കണം. ഓക്കെ, ഈ ഒരു പ്രൊവിഷനാണ് ഒഫീഷ്യൽ മെജോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷ് ഒഫീഷ്യലും ഇന്ത്യൻ നോൺ ഒഫീഷ്യലുമാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ കൂടുതൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നു, പക്ഷേ ഒഫീഷ്യൽ മെജോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. നോൺ ഒഫീഷ്യൽസിന് താഴെയായിരിക്കും, മൈനോറിറ്റീസ് ആയിരിക്കും ഇന്ത്യൻസ്, മെജോറിറ്റീസ് എന്ന് പറയുന്നത് അവിടെയും ബ്രിട്ടീഷ് ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ലെജിസ്ലേച്ചറിന്റെ ഇവിടെ ഓർക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണിത്. ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പവേഴ്സ് കൂട്ടുന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പവേഴ്സ് എന്ന് പറയുമ്പോൾ ബജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള പവർ ഉണ്ട്, അതേപോലെ എക്സിക്യൂട്ടീവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പവേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഈ ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 2 ഇമ്പോർട്ടൻറ്റ് പവറാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഒന്ന്, ബജറ്റിൽ ഡിസ്കഷൻ നടത്താം. ബജറ്റിൽ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാമെന്നല്ല, ബജറ്റിൽ ഡിസ്കഷൻ നടത്താനുള്ള അധികാരം ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് എക്സിക്യൂട്ടീവ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. ലെജിസ്ലേച്ചറിന് എക്സിക്യൂട്ടീവ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. അതായത് ഉത്തരം കേട്ടതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അത് ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത ആക്ട് പ്രകാരമാണ്. ഓക്കെ, ഇത് UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവിന് ലെജിസ്ലേച്ചറിന് എക്സിക്യൂട്ടീവ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രൊവിഷൻ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ലെജിസ്ലേച്ചറിന് ബജറ്റിലെ ഡിസ്കഷൻ നടത്താനുള്ള ഒരു പ്രൊവിഷനും ഈ ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
എന്തുകൊണ്ടാണ് ലെജിസ്ലേച്ചറിന് കൊടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച് സിഗ്നിഫിക്കന്റ് ആവുന്നത്? ഇപ്പോൾ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാർക്ക് ബജറ്റിൽ ഡിസ്കഷൻ നടത്താം, പക്ഷേ കോംപ്ലിമെന്ററി ക്വസ്റ്റ്യൻസോ ബജറ്റിൽ വീണ്ടും അവലോകനം നടത്താനുള്ള പ്രൊവിഷൻ ഒന്നുമില്ല. ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്യാനുള്ള പ്രൊവിഷൻ മാത്രമാണ് ഉള്ളത്. ദെൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എക്സിക്യൂട്ടീവ്സിനോട്, പക്ഷേ കോംപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ, ഈ ആക്ട് പ്രകാരം ആദ്യമായിട്ട് ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം, ഇലക്ഷൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തില്ലെങ്കിലും ഇൻഡയറക്റ്റ് ഇലക്ഷന്റെ ഒരു മെത്തേഡ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് സെൻട്രൽ പ്രൊവിൻസുകളിൽ നിന്നും സെൻട്രൽ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് പ്രൊവിൻസുകളിൽ നിന്നും, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് പ്രൊവിൻസുകളിൽ നിന്നും ആളുകളെ നോമിനേറ്റ് ചെയ്ത് വിടണം. സോ നോമിനേറ്റ് ചെയ്യുക എന്നുള്ള വേർഡാണ് അവിടെ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ സംഭവിക്കുന്നത്, സോ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് സിമിലർ ടു ഇലക്ഷൻസ്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ പോലെ തന്നെയായിരുന്നു. പ്രൊവിൻസുകളിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ട് സെൻട്രലിലേക്ക് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഇലക്ഷൻ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചില്ലെങ്കിലും ഒരു എസെൻസ് ഓഫ് ഇലക്ഷൻ വാസ് ദെയർ. ഓക്കെ, അത്രയും പോയിന്റ്സ് ആണ് ഓർക്കാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ എണ്ണം കൂട്ടുന്നു. സെൻട്രലിലും കൂട്ടിയിട്ടുണ്ട്, പ്രൊവിൻസസിലും കൂട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ലെജിസ്ലേറ്റീവ് പവേഴ്സ്, കൗൺസിലിലെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് കൂട്ടുന്നു. രണ്ട് ഇമ്പോർട്ടന്റ് പവറാണ് നമ്മളിവിടെ കാണുന്നത്. ബജറ്റിൽ ഡിസ്കഷൻസ് നടത്താനുള്ള അധികാരം, എക്സിക്യൂട്ടീവ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരം. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ ലെജിസ്ലേച്ചറിലേക്ക് വിടുമ്പോൾ അവിടെ ഒരു നോമിനേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. നോമിനേറ്റ് ചെയ്തിട്ട് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ ലെജിസ്ലേച്ചറിലേക്ക് അയക്കുന്ന രീതി. ഇങ്ങനെ അയക്കുമ്പോൾ നോമിനേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ടു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് നടന്നുകൊണ്ടിരുന്നത്. സോ ഇൻഡയറക്റ്റ് ഇലക്ഷന്റെ എസെൻസ് ആദ്യമായിട്ട് കാണുന്ന ആക്ട് എന്ന് പറയുന്നത് 1892 കൗൺസിൽസ് ആക്ട് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ 1892 കൗൺസിൽസ് ആക്ടിനെ പറ്റി. ഓക്കെ, ഒരു ട്രബിൾ ഉണ്ടായിരുന്നു, ഡിസ്കണക്ഷൻ വന്നാണ്. ഓക്കെ, എനിവേ നമ്മൾ ഇന്ന് ഒരുപാട് ആക്ടുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1892 ആക്ട് വരെയായി. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് 4 മേജർ ആക്ടുകളാണ്. 4 മേജർ ആക്ടുകൾ നാളത്തെ സെഷൻ്റെ ഒപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ സെഷൻ്റെ ഒരു പ്രിന്റഡ് നോട്ട്, ഒരു PPT ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. പാർട്ടിസിപ്പൻസ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിൻ്റെ PPT നിങ്ങൾക്ക് അയച്ചു തരാം. സോ നോക്കുക. ബാക്കി സെഷൻ നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ആക്ടുകളായതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്ക് പതുക്കെ ഗ്രാജുവലി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകണം. നാളത്തെ സെഷനിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കുകയാണ്. ഓരോ പ്രൊവിഷൻസ് ആയിട്ട് നമ്മൾ നാളത്തെ സെഷനിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. താങ്ക് യു.